ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ 3 മാർക്സ് വരുന്നതും പിന്നെ essay ക്വസ്റ്റ്യൻസ് അതാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൺഫ്യൂഷൻസ് വരാവുന്ന ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 2 വെക്ടർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡോട്ട് ബി ആൻഡ് എ ക്രോസ് ബി ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എ ഡോട്ട് ബിയും എ ക്രോസ് ബി എന്താണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ എ ഡോട്ട് ബി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം. ഓക്കെ, എ ഡോട്ട് ബി നമ്മൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് എ, ഇത് ബിയും. എ ഡോട്ട് ബി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ ആണ്, ഇതുപോലത്തെ ഒരു നമ്പറാണ് കിട്ടുക, വെക്ടറല്ല. ഐയും ജെയും കെയും ഒന്നും ഉണ്ടാവില്ല എന്ത് എ ഡോട്ട് ബി ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ ഈ നമ്പേഴ്സ് 2 ഇൻറ്റു ബീൻ്റെ ഇവിടെ വരുന്ന നമ്പർ ഏതാ, ഐ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്പർ 1 ആണ്. അങ്ങനെയാണ് ഇവിടെ 2 ഇൻറ്റു 1 വന്നത്. പ്ലസ് ഇനി അടുത്തത് 3 ഇൻറ്റു 4, ഇവിടെ എന്താണ് 4 ആണ്. പ്ലസ് ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം പ്ലസ് പ്ലസ് ഇട്ടെന്ന് പോവാം. പിന്നെ അടുത്തത് ഇവിടെ -4 ആണ്, അതുകൊണ്ടാണ് ഇവിടെ -4 എന്ന് പറഞ്ഞത്. -4 ഇൻറ്റു 5 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 5 ക്യാപ്പില്ല, 5 മാത്രം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എൻ്റെ വെക്റ്റർ, എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ നമ്പേഴ്സ് മാത്രം, ഐയും ജെയും കെയും ഇടരുത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ അത് തെറ്റിപ്പോവും. ഓക്കെ, 2 ഇൻറ്റു ഐ ക്യാപ്പ് മാത്രമാണെങ്കിൽ അവിടെയുള്ള നമ്പർ 1 ആണ്. പ്ലസ് 3 ഇൻറ്റു എന്താണ് 4 പ്ലസ് -4 ഇൻറ്റു 5. ഇത് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 2 തന്നെ, 2 പ്ലസ് 3 ഇൻറ്റു 4 12 ആണ്. പിന്നെ -4 ഇൻറ്റു 5 എന്താണ് -20 ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ലാസ്റ്റ് ആൻസർ -6 ഉണ്ട്. ഇതാണ് എന്ത് എ ഡോട്ട് ബി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എ ഡോട്ട് ബി എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, അവിടെ ഐയും ജെയും കെ ഒന്നുമില്ല, നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇതാണ് എ ഡോട്ട് ബി. ഓക്കെ, ഇനി അടുത്തത് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്യുന്നതാണ്. ഫസ്റ്റ് റോയിൽ ഐ ജെ കെ ഇതാണ് ഫസ്റ്റ്. ഇത് കോമൺ ആണ് എല്ലാ പ്രാവശ്യവും. എ ക്രോസ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ടത് ഐ ജെ കെ എന്നാണ്. ഓക്കെ, അങ്ങനെ ഐ ജെ കെ എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ റോയിൽ നമ്മൾ എഴുതുന്നത് എ എന്ന് പറയുന്ന ഈ വെക്റ്ററിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2, 3, -4 അതാണ് രണ്ടാമത്തെ റോയിൽ എഴുതിയത്. ഇനി മൂന്നാമത്തെ റോയിൽ നമ്മൾ എഴുതിയത് 1, 4, 5 ബി എന്ന് പറയുന്ന ആ വെക്റ്ററിൻ്റെ കോഎഫിഷ്യൻസ്. അങ്ങനെ നമ്മൾ ഡിറ്റർമിനൻ്റ് വൈസ് എഴുതി. ഇനി ഡിറ്റർമിനൻ്റ് 3 ഓർഡർ വരുന്ന ഡിറ്റർമിനൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഐ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കുന്നത് ഐ ക്യാപ്പാണ്. ഐ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഐ വരുന്ന കോളവും റോയും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മൈനസ് ഇക്വേഷനിലുള്ളതാണ്. ജെ ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ജെ വരുന്ന ഈ കോളവും റോയും പോയാൽ ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഓക്കെ, പ്ലസ് ഇനി ലാസ്റ്റ് വരുന്നത് കെ ക്യാപ്പാണ്. കെ ക്യാപ്പ് വരുന്ന കോളവും റോയും പോയാൽ ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻ്റ്. അങ്ങനെ ഓരോന്നും നമ്മൾ ഡിറ്റർമിനൻ്റ് എഴുതി. ഇനി ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഐ ക്യാപ്പ് ഇൻറ്റു 3 ഇൻറ്റു 5 -4 ഇൻറ്റു -4. ആ 2 മൈനസും കൂടിയത് ആ പ്ലസ് ആണ് അവിടെ ഡയറക്റ്റായിട്ട് എഴുതിയത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഡിറ്റർമിനൻ്റ് കാണാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും ഇപ്പോൾ അതൊക്കെ ഫെമിലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മൈനസും വന്നാൽ അവിടെ പ്ലസ്സായി. ഇതുപോലെ തന്നെ ജെ ക്യാപ്പ് ഇൻറ്റു 2 ഇൻറ്റു 5 എന്താ? 2 ഇൻറ്റു 5 10 ആണ്. -1 ഇൻറ്റു -4 അങ്ങനെയാണ് അവിടെ മൈനസ് വന്നപ്പോൾ പ്ലസ് ആയത്. ഓക്കെ, പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 2 ഇൻറ്റു 4 8 ആണ്. 8 - 3. ഓക്കെ, 8 - 1 ഇൻറ്റു 3 എന്താ 3 തന്നെ. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 + 16 എത്രയാണ്? 31 ഐ ക്യാപ്പ് -10 + 4 14 ജെ ക്യാപ്പ് പ്ലസ് 8 - 3 എത്രയാണ്? 5 കെ ക്യാപ്പ്. അതാണ് അവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും രണ്ടും രണ്ടാണ്. എ ഡോട്ട് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വാല്യൂ, എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടറുമാണ്. ഇത്രയും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ. എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും രണ്ടും നിങ്ങൾ മാറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ വാല്യൂ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വെക്ടറും ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം സോ ദാറ്റ് mi cap plus 2g cap plus 3k cap and
2i minus 4j plus 2k are perpendicular. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യം. കണ്ടീഷൻ എന്താണ്? ഈ തന്ന രണ്ട് വെക്ടർ ഏതൊക്കെയാണ്? ഈ തന്ന രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതേ രീതിയിൽ ചോദ്യം വന്നാൽ, അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കി, ലെറ്റർ ഏതും ആയിക്കോട്ടെ, ഇതേ രീതിയിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണ്. എപ്പോൾ? എയും ബിയും പെർപെൻഡിക്കുലർ ആണ്. ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾ എമ്മിൻ്റെ വാല്യൂ കാണാൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി നിങ്ങൾക്ക് കാണാൻ അറിയാം. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തു. ഓക്കെ, ഇവിടെ എമ്മിൻ്റെ വാല്യൂ കാണാൻ വന്നാൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യന് വന്നാൽ, ഓക്കെ, ഈ ഒരു കേസിൽ മാത്രമാണ് കേട്ടോ എ ഡോട്ട് ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ കാണാനും ആ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെന്ന് തന്നാൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ? എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെ നിങ്ങൾ എ ഡോട്ട് ബി കാണുമ്പോൾ എങ്ങനെയാണ്? എം ഇൻറ്റു 2, അങ്ങനെയല്ല നമ്മൾ എ ഡോട്ട് ബി കാണുന്നത്. എം ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു -4 പ്ലസ് 3 ഇൻറ്റു 2. അവിടെ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ഒന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു എ ഡോട്ട് ബി കാണുമ്പോൾ വാല്യൂ ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എം ഇൻറ്റു 2 എന്താ? 2m. 2 ഇൻറ്റു -4 -8 പ്ലസ് 3 ഇൻറ്റു 2 6. ഓക്കെ, അപ്പോൾ നമുക്ക് എം ഇൻറ്റു 2 എന്താണ്? 2m ആണ്. 2 ടൈംസ് m അതാണ് 2m. ഓക്കെ, -8 പ്ലസ് 6. -8 പ്ലസ് 6 എന്നതിൻ്റെ വാല്യൂ ആണ് -2. അതാണ് അവിടെ -2 വന്നത്. ഇനി 2m - 2 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2m എന്താണ്? -2 ഉള്ളത് ഈ സൈഡിലോട്ട് വരുമ്പോൾ +2 ആയിരിക്കും. അപ്പോൾ m എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 2 ഉള്ളത് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ 2 എന്ന്. ഇനിയിപ്പോൾ അവിടെ 3 ആണെങ്കിൽ 3m ഈക്വൽ ടു 2 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 2/3. അവിടെ 2 ആയതുകൊണ്ടാണ് 2/2 വന്നത്. ഇനി അവിടെ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് 5m അല്ലെങ്കിൽ 6m. അപ്പോൾ ആ വാല്യൂ ആണ് ഡിനോമിനേറ്ററിൽ വരിക, അതായത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പോൾ m ഈക്വൽ ടു 2/2 എന്ന് വരും. അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നാൽ, അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെന്ന് തന്നാൽ എ ഡോട്ട് ബി ആണ് കാണാം. എ ഡോട്ട് ബി തന്നിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി വേർ എ എന്ന് പറയുന്നത് 2i - 3j പ്ലസ് k ക്യാപ്പും ബി എന്ന് പറയുന്ന i പ്ലസ് 2j പ്ലസ് k ക്യാപ്പും. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. എയും ബിയും രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ കാണാനാണ് ചോദ്യം. ഏതിൻ്റെ ഡയറക്ഷനില്ല? പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കാണാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ മേലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പെർപെൻഡിക്കുലർ ആണ്. താഴത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? അവിടെയും പെർപെൻഡിക്കുലർ വരുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒറ്റ രീതിയല്ല. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ വരുമ്പോൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡും ഫസ്റ്റ് കേസിൽ ചെയ്യുന്നത് വേറൊരു മെത്തേഡ്. രണ്ടും രണ്ടാണ്. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ കാണാൻ വരുമ്പോൾ അല്ല പെർപെൻഡിക്കുലറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ഡോട്ട് ബി ആണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എഴുതുക. എം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം അങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എ ഡോട്ട് ബി ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി, അവിടെ നമ്മൾ ചെയ്തത് എ ക്രോസ് ബി ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഏതെങ്കിലും ഒരു വാല്യൂ, ഓക്കെ, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യമെങ്കിൽ അവിടെ ചെയ്യുന്നത് എ ഡോട്ട് ബി ആണ്. ഇനി ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ എന്ന് വരുമ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? എ ക്രോസ് ബി. ഓക്കെ, രണ്ടും രണ്ടാണ്, കൺഫ്യൂഷൻ ആവരുത്. വാല്യൂ വരുമ്പോൾ ചെയ്യേണ്ടത് വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എ ഡോട്ട് ബിയും യൂണിറ്റ് വെക്റ്റർ കാണാൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് വെക്റ്റർ ആണെന്ന് കാണാൻ നമ്മൾ ചെയ്യുന്നത് എ ക്രോസ് ബി ആണ്. അപ്പോൾ എ ക്രോസ് ബി ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു. ഫസ്റ്റ് റോയിൽ ഐ ജെ കെ എന്ന് എഴുതി. സെക്കൻഡ് റോയിൽ എയുടെ കോഷ്യൻസ് ഏതൊക്കെയാണ്? 2 -3 1. കെ മാത്രമാണെങ്കിൽ അവിടെയുള്ള വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഐ മാത്രമാണെങ്കിൽ അവിടെയുള്ള വാല്യൂ 1, ജെ മാത്രമാണെങ്കിൽ അവിടെയുള്ള വാല്യൂ 1. അപ്പോൾ ഇവിടെ 2 -3 1 എന്ന് എഴുതി. ഇനി തേർഡ് റോയിൽ ബീൻ്റെ കോഷ്യൻസ് ഏതൊക്കെയാണ്? 1 1 2 1 അങ്ങനെ നമ്മൾ എഴുതി. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിറ്റർമിനൻ്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ കിട്ടും. ഇതാണ് ആ വെക്ടർ. ഓക്കെ, നമുക്കൊരു വെക്ടർ കിട്ടും. ഇനി യൂണിറ്റ് വെക്ടറാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ
യൂണിറ്റ് വെക്റ്റർ കാണാൻ വേണ്ടിയിട്ട് ഈ വെക്റ്ററിൻ്റെ നമുക്കിപ്പോൾ കിട്ടിയ വെക്റ്ററിൻ്റെ മോഡുലസ് വാല്യൂ കാണണം. മോഡുലസ് വാല്യൂ എങ്ങനെ കാണാം? അപ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ. അപ്പോൾ -5² ഇവിടെ വരുന്ന ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട്, അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ നമുക്ക് കിട്ടിയ വെക്റ്ററിൻ്റെ മോഡുലസ് വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ √−5². ഈ -5 ആണ് അവിടെ ഉള്ളത്. -5² പ്ലസ് ഇവിടെ -3 ആണ്, അപ്പോൾ അവിടെ ഉള്ള നമ്പർ -1² പ്ലസ് 7². ഓക്കെ, നിങ്ങൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ മൈനസ് ഒരിക്കലും ഇടരുത്. എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മൈനസ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് പോസിറ്റീവായിട്ട് ഇടുക, ഒരിക്കലും നെഗറ്റീവ് നമ്പർ അവിടെ ഇടരുത്. അപ്പോൾ -5ൻ്റെ സ്ക്വയർ 25 ആണ്. -25 അല്ല, വെറും 25 പ്ലസ് -1ൻ്റെ സ്ക്വയർ 1 തന്നെ പ്ലസ് 7² 49. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √75. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്താണ് ഇവിടെ? √75. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പോൾ നമുക്ക് 2 പെർപെൻഡിക്കുലർ കേസ് വന്നു. ഒന്ന് യൂണിറ്റ് വെക്റ്റർ കാണാനും ഒന്ന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം കാണാനും. അപ്പോൾ രണ്ടും രണ്ടാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം എന്ന് പറഞ്ഞിട്ട് തരുന്നത് നമ്മൾ A.B ആണ് ചെയ്യുന്നത്. യൂണിറ്റ് വെക്റ്റർ ആണ് കാണേണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് A×B ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് വരുമ്പോൾ എപ്പോഴും ചാടി കയറിയിട്ട് A.B കണ്ടു വെക്കരുത്. എമ്മിൻ്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മാത്രം A.B കാണുക. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ആണെങ്കിൽ ചോദ്യം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ചെയ്യുന്നത് A×B ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ കിട്ടിയ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ്. 2 വെക്റ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാനാണ് ചോദ്യം. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: θ = cos inverse A.B ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B. അപ്പോൾ A.B കാണാൻ ഇനി നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ A.B ചെയ്യുന്നു. 2 × 6 പ്ലസ് -4 × -3 പ്ലസ് 1 × 2. ഓക്കെ, അങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? A.B വേണം. അത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 26 ആണ്. ഓക്കെ, 26 ആണ്. ഇനി A എന്ന് പറയുന്ന ഈ ഫസ്റ്റത്തെ വെക്റ്ററിൻ്റെ മോഡുലസ്. അപ്പോൾ അവിടെ വരുന്ന മോഡുലസ് എന്താണ്? √2². ഇവിടെ വരുന്ന 2² പ്ലസ് -4² പ്ലസ് 1². അപ്പോൾ ആ മോഡുലസ് നമുക്ക് കിട്ടി. ഇനി B എന്ന് പറയുന്ന ഈ വെക്റ്ററിൻ്റെ മോഡുലസ് അപ്പോൾ എന്താ വരിക? √6² പ്ലസ് -3² പ്ലസ് 2². ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് √49 ആണ്. ഇനി ഈ 3 വാല്യൂസ് ആ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം മതി. വാല്യൂസ് ഒന്നും കാണണ്ട. ഓക്കെ, കോസ് ഇൻവേഴ്സ് എത്രയാണെന്നൊന്നും കാണണ്ട. ഇപ്പോൾ നമുക്ക് A.B ചെയ്തപ്പോൾ കിട്ടിയ ആ വാല്യൂ, മോഡുലസ് ഓഫ് A ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ, മോഡുലസ് ഓഫ് B കിട്ടിയ വാല്യൂ, ഇത് 3 അവിടെ ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. അതാണ് നമ്മുടെ തീറ്റ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തത് essayയിൽ വരുന്ന ചോദ്യങ്ങളാണിത്. ഫൈൻഡ് ദ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ വർക്ക് ഡൺ by a force F = I plus 3j plus 4k cap which is displaced from a point with position vector 3i cap plus 2j cap plus k cap to the point with position vector 4i cap plus 3j cap plus 5k. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വർക്ക് ഡൺ കാണാനാണ് ചോദ്യം. അതാദ്യം മനസ്സിലാക്കുക. എന്ത് കാണാനാ ചോദ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് വർക്ക് ഡൺ കാണാനാണ് ചോദ്യം. അപ്പോൾ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: വർക്ക് ഡൺ = F.AB. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഈ ടേം, ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണോ അതാണ് നമ്മുടെ എഫ്. ഓക്കെ, ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഡിനോഷനാണ് എന്ത്? എഫ്. അപ്പോൾ എഫ് നമുക്ക് കിട്ടി. എഫ് എന്താണ്? I cap plus 3j cap plus 4k cap. അതാണ് നമ്മുടെ എഫ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? AB നമുക്ക് കിട്ടണം. ഓക്കെ, അതിനുള്ള ഹിൻ്റാണ് ഇവിടെ തന്നത്. which is displaced from a point with position vector 3i cap plus 2j cap plus k cap to the point. ഓക്കെ, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട്
ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ നമ്മൾ കാണുക? സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ്, ഈ ലാസ്റ്റത്തെ ഈ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, 4i പ്ലസ് 3j പ്ലസ് 5k എന്ന് 3i പ്ലസ് 2j പ്ലസ് k മൈനസ് ചെയ്യുക. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഫോഴ്സ് ആദ്യം എഴുതി വെക്കുക, എന്താണ് എഫ് എന്ന്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പുകൾ തമ്മിൽ ഒരുമിച്ച് മൈനസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം പ്ലസ് തന്നെ. ഓക്കെ, അങ്ങനെ 4i മൈനസ് 3i പ്ലസ് 3j മൈനസ് 2j പ്ലസ് 5k മൈനസ് k. അങ്ങനെ നമുക്ക് വന്നു. ഫൈനൽ ആൻസർ 4i മൈനസ് 3i എത്രയാ? ഐ തന്നെ. 3j മൈനസ് 2j എത്രയാ? j തന്നെ. 5k മൈനസ് k എത്രയാ? 4k. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എ ബിയും കിട്ടി. ഇനി സാധാരണ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്ന എഫ് ഡോട്ട് എ ബി ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അവിടെ കാണേണ്ടത്. വർക്ക് ഡൺ എന്ന് പറയുന്ന എഫ് ഡോട്ട് എ ബി ആണ്. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഫോഴ്സ് എന്താ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 4 അങ്ങനെ ചെയ്തു. ഓക്കെ, 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 4 ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 16 പ്ലസ് 4 എന്ന് വരും. അത് എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വർക്ക് ഡണ്ണിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വർക്ക് ഡണ്ണ് പല രീതിയിൽ പല മോഡലിൽ ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് മോഡലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് വർക്ക് ഡൺ ചോദിച്ചാൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് ഇപ്പോൾ എഴുതിയത്. ഫോഴ്സ് ഡയറക്റ്റായിട്ട് തന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. എന്നിട്ട് എഫ് ഡോട്ട് എ ബി കാണാം. അതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ ദ കോൺസ്റ്റൻറ്റ് ഫോഴ്സസ് 3i മൈനസ് 4j പ്ലസ് 2k 4i plus 5j plus 3k and 2i plus 3j minus 3k. 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിക്കിൾ ഫ്രം. ഓക്കെ, ആക്ട് ഓൺ എ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്ഡ് ഇവിടെ ആക്ട് ഓൺ എ ഡിസ്പ്ലേസ്ഡ് എന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്ഡ് എന്നുണ്ട്. ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ പോയിന്റ് വിത്ത് പൊസിഷൻ. ഓക്കെ, 5i മൈനസ് 2j പ്ലസ് 2k പ്ലസ്. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഡിസ്പ്ലേസ്. അപ്പോൾ സാധാ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് വരെ. പക്ഷേ എഫ് കാണുന്നതിൽ ഒരു മാറ്റമുണ്ട്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തന്നിട്ടുണ്ട്. എത്ര ഫോഴ്സസ്? 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തന്നാൽ ആ 3 ഫോഴ്സും കൂടി ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 3 ഫോഴ്സസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 ഫോഴ്സസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഐ ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ ക്യാപ്പ് വരുന്നത് ഏതൊക്കെയാണ്? 3i 4i 2i. അതാണ് ഇവിടെ എഴുതിയത്. ഐ ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് ആഡ് ചെയ്തു. ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പ്ലസ് തന്നെ. അപ്പോൾ ഐ ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് വരുന്നത് മൈനസ് 4j 5j 3j. ഇതാണ് j ക്യാപ്പിന്. അതും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ലാസ്റ്റത്തെ k ക്യാപ്പാണ്. 2k 3k മൈനസ് 3k. ഓക്കെ, ഇങ്ങനെയാണ് എഫ്. ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് വരികയാണെങ്കിൽ ആ ഫോഴ്സസ് എല്ലാം കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഫോഴ്സ് വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കേസാണ്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഫ് തന്നിട്ടില്ല. ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തന്നാൽ അതെല്ലാം കൂടി ആഡ് ചെയ്താലാണ് എഫ് കിട്ടിയത്. ഇനി എ ബി എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്യുക. ഓർഡർ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നിന്ന് സെക്കൻഡ് അല്ല, ഈ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലോട്ടാണോ ഡിസ്പ്ലേസ്ഡ് ആയത് ആ പോയിന്റിൽ നിന്നാണ് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 6i പ്ലസ് 3j മൈനസ് k നിന്നും 5i ഓക്കെ ഇവിടെ മൈനസ് ആണ്. 5i മൈനസ് 2j പ്ലസ് 2k. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 6i മൈനസ് 5i പ്ലസ് 3j മൈനസ് 2j. ഓക്കെ, അവിടെ മൈനസ് ഉണ്ട് ക്വസ്റ്റ്യന് ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ആക്കി എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, മൈനസ് ചെയ്യണതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. 3i മൈനസ്
ഇവിടെ മൈനസ് ആണെങ്കിൽ അപ്പോൾ ഒരു മൈനസും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പ്ലസ് ആവും. അല്ല, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്ലസ് ആക്കാം, വേറെ കൺഫ്യൂഷൻസ് വരണ്ട. ഓക്കെ, ഇത് പ്ലസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ആക്കിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പ്ലസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് 6i ക്യാപ്പ് മൈനസ് 5i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് പ്ലസ് മൈനസ് k ക്യാപ്പ് മൈനസ് 2k. സാധാരണ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത് എങ്ങനെയാണ്, അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഒന്നുമില്ല. അവിടെ വരുന്ന വ്യത്യാസം വരുന്നത് ആ ഫോഴ്സസ് ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ആഡ് ചെയ്താലാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. എ ബി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്യുക, അത്രേ അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 6i ക്യാപ്പ് മൈനസ് 5i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് പ്ലസ് മൈനസ് k ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ്. ഫൈനൽ ആൻസർ വരുന്നത് i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ്. അങ്ങനെ നമുക്ക് എ ബിയും കിട്ടി. ഇനി എഫ് ഡോട്ട് എ ബി കാണാം. ഓക്കെ, എഫ് ഡോട്ട് എ ബി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 9 × 1 പ്ലസ് 4 × 1 പ്ലസ് 3 × -2 × -3. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? 9 × 1 പ്ലസ് 4 × 1 പ്ലസ് 2 × -3. ഫൈനൽ ആൻസർ വരുന്നത് 7 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇപ്പോൾ വർക്ക് ഡൺ കാണാൻ ഇക്വേഷൻ എഫ് ഡോട്ട് എ ബി ആണ്, അത് ആദ്യം എഴുതി വയ്ക്കുക. എഫ് എന്താണെന്ന്, ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എഫ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുക, അപ്പോഴാണ് എഫ് കിട്ടുക. ഇനി എ ബി എന്ന് പറയുന്നത് ഏത് പോയിന്റിലോട്ടാണോ ഡിസ്പ്ലേസ്ഡ് ആയത് ആ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്താൽ എ ബിയും കിട്ടി. ഇനി അതിൻ്റെ വർക്ക് ഡൺ കാണാൻ മൂന്നാമത്തെ കേസാണ് പറയുന്നത്. ഇപ്പോൾ 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വർക്ക് ഡൺ കാണാനുള്ള ചോദ്യം തന്നെയാണ്. ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് എലോങ് ദ വെക്റ്റർ 3i ക്യാപ്പ് പ്ലസ് 2i ക്യാപ്പ് മൈനസ് 5k ക്യാപ്പ് ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എഫ്. അപ്പോൾ ഇവിടെ ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് തന്നതാണ് എന്ത്, എഫ്. എ ബി എന്ന് പറയുന്നത് മൂവിങ് എലോങ് ദ വെക്റ്റർ, ഇതാണ് എ ബി. ഇപ്പോൾ എ ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ് എന്ന് തന്നാൽ മാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എ ബിയും കിട്ടി. ഇനി സാധാ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 5 × 3 പ്ലസ് 4 × 2 പ്ലസ് 1 × -5. ഫൈനൽ ആൻസർ വരുന്നത് 18. ഓക്കെ, ഈ 3 കേസസ് ആണുള്ളത്. ഒന്ന്, ഫോഴ്സ് ഡയറക്റ്റ് തന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ടി വരും, അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തന്നു, ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തന്നാൽ അതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എഫ് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് മൈനസ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ് തന്നാൽ ആ ഇക്വേഷനിൽ കൊടുക്കുക, ഡോട്ട് പ്രൊഡക്റ്റ് കാണും. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ 3 കേസസ്. ഇനി നിങ്ങൾക്കുള്ളത് മൊമെൻറ്റ് കാണാം അല്ലേ. ഇതും നമുക്ക് എസ് എയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. മൊമെൻറ്റ് കാണാനാണ്. ഫൈൻഡ് ദ മൊമെൻറ്റ് എബൌട്ട് ദ പോയിൻറ്റ്. ഫൈൻഡ് ദ മൊമെൻറ്റ് എബൌട്ട് ദ പോയിൻറ്റ് i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് k ക്യാപ് ഓഫ് ദ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ് ആക്ടിങ് ത്രൂ ദ പോയിൻറ്റ് 2i ക്യാപ് പ്ലസ് 4j ക്യാപ് പ്ലസ് k ക്യാപ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം എന്താണ് ഇവിടെ? മൊമെൻറ്റ് കാണാനാണ് ചോദ്യം, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ മൊമെൻറ്റ് കാണാൻ ഇക്വേഷൻ ആദ്യം എഴുതാം. എന്താണ്? മോഡുലസ് ഓഫ് ആർ ക്രോസ് എഫ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ എഫ് എന്താണ്? അപ്പോൾ ഇവിടെയും നമ്മൾ ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് ഓഫ് എ ഫോഴ്സ് റെപ്രസെൻറ്റഡ് ബൈ, ഇതാണ് നമ്മുടെ എഫ്. അപ്പോൾ എഫ് ആദ്യം എടുത്ത് എഴുതാം. എഫ് എന്താണ്? i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ്, അതാണ് നമ്മുടെ എഫ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ആർ എങ്ങനെയാണ്. അപ്പോൾ ആർ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കറിയാം, ആക്ടിങ് ത്രൂ ദ പോയിൻറ്റ്. ഇതാണ് ആക്ടിങ് ത്രൂ ദ പോയിൻറ്റ്. അതിന്ന് എബൌട്ട് ദ പോയിൻറ്റ് മൈനസ് ചെയ്യാം. ആക്ടിങ് ത്രൂ ദ പോയിൻറ്റിൽ നിന്ന് എബൌട്ട് ദ പോയിൻറ്റ് മൈനസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓർഡർ മാറിയാലോ. ഇപ്പോൾ ആക്ടിങ് ത്രൂ ദ പോയിൻറ്റിൽ നിന്ന് എബൌട്ട് ദ പോയിൻറ്റ് മൈനസ്, വേർഡ്സ്
ശ്രദ്ധിക്കുക, ആക്ടിങ് ത്രൂ ദ പോയിൻറ്റും എബൌട്ട് ദ പോയിൻറ്റും. ത്രൂ ദ പോയിൻ്റ് നിന്നാണ് എബൌട്ട് ദ പോയിൻറ്റ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇതാണ് ത്രൂ ദ പോയിൻറ്റ്. 2i ക്യാപ് പ്ലസ് 4j ക്യാപ് പ്ലസ് k ക്യാപ്പിൽ നിന്നും i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് k ക്യാപ്. അപ്പോൾ മൈനസ് ചെയ്യുന്നത് എനിക്കറിയാലോ, i ക്യാപ്പുകൾ ഒരുമിച്ച് മൈനസ് ചെയ്യുക, പ്ലസ് j ക്യാപ്പുകൾ ഒരുമിച്ച് മൈനസ് ചെയ്യുക, k ക്യാപ്പുകൾ ഒരുമിച്ച് മൈനസ് ചെയ്യുക. അങ്ങനെ നമുക്ക് 6 കിട്ടും. അങ്ങനെ 6 കിട്ടിയതിന് ശേഷം നമുക്ക് ക്രോസ് ആണ് ചെയ്യേണ്ടത്. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് i j k, ഓക്കെ, i j k ഓർഡർ മാറേണ്ടത് r ക്രോസ് f ആണ്. അപ്പോൾ ആദ്യം എഴുതുന്നുണ്ട്, സെക്കൻഡ് റോയിൽ എഴുതുന്നുണ്ട് ആറിൻ്റെ കോഎഫിഷ്യൻസ്. ആറിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയോടെ 1 2 2. ഇതാണ് എന്ത്, ആറിൻ്റെ കോഎഫിഷ്യൻസ് 1 2 2. ഇനി എഫിൻ്റെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ് 1 2 1. അതാണ് അങ്ങനെ എഴുതിയത്. ഓർഡർ മാറരുത്, ആർ ക്രോസ് എഫ് ആണ്. ആറിൻ്റെ കോഎഫിഷ്യൻസ് ആണ് രണ്ടാമത്തെ റോയിൽ എഴുതുന്നുണ്ട്, മൂന്നാമത്തെ റോയിൽ എഫിൻ്റെ കോഎഫിഷ്യൻസും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വെക്ടർ കിട്ടും. ഇവിടെ 2 - 2 0 ആയതുകൊണ്ടാണ് k ക്യാപ്പിൻ്റെ ടേം ഇല്ലാത്തത്. ഇനി അപ്പോൾ അവിടെ 2 - വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ k ക്യാപ്പ് എന്ന് പറയുന്ന ടേമും കൂടി ഉണ്ടാവും. 0 ആയതുകൊണ്ടാണ് അവിടെ k ക്യാപ്പ് ഇല്ലാത്തത്. ഇനി ഇതിൻ്റെ മോഡുലസ് കാണുമ്പോഴാണ് മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മോഡുലസ് എങ്ങനെയാണ്? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. j ക്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്പർ 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൂട്ട് ഓഫ് 4 + 1 എത്രയാണ്? റൂട്ട് 5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മൊമെൻറ്റ് കാണുന്നത്. ഇനി മൊമെൻറ്റ് കാണാൻ തന്നെ വേറൊരു രീതിയിൽ, വേറൊരു വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നോക്കാം, എ ഫോഴ്സ് 4i ക്യാപ് മൈനസ് 3k ക്യാപ്. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ജെയിൻ്റെ ടേം ഇല്ല, അപ്പോൾ അവിടെ വരുന്നത് 0 ആണ്. ഓക്കെ, എ ഫോഴ്സ് 4i ക്യാപ് മൈനസ് 3k ക്യാപ് പാസസ് ത്രൂ ദ പോയിൻറ്റ്. വേർഡ്സ് ശ്രദ്ധിക്കുക, പാസസ് ത്രൂ ദ പോയിൻറ്റ് എ ഹൂസ് പൊസിഷൻ വെക്റ്റർ. ഇതാണ് ത്രൂ ദ പോയിൻറ്റ്. ഓക്കെ, ത്രൂ ദ പോയിൻറ്റ് കഴിഞ്ഞിട്ട് വെക്ടറാണത്. ഫൈൻഡ് ദ മൊമെൻറ്റ്. അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ്? ഫൈൻഡ് ദ മൊമെൻറ്റ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഫൈൻഡ് ദ മൊമെൻറ്റ്, അപ്പോൾ മൊമെൻറ്റ് കാണാനാണെന്ന് അർത്ഥം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതി ഈക്വൽ ടു, ഇപ്പോൾ മൊമെൻറ്റ് കാണാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ മോഡുലസ് ആർ ക്രോസ് എഫ്. ഓക്കെ, ഓഫ് ദ ഫോഴ്സ് എബൌട്ട് ദ പോയിൻറ്റ് whose position vector is i cap minus 3j cap plus k cap. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് കാണാനാണ് ചോദ്യം. അപ്പോൾ മൊമെൻറ്റ് ഈക്വൽ ടു മോഡുലസ് ആർ ക്രോസ് എഫ് എന്ന് എഴുതി. ഫോഴ്സ് 4i cap minus 3k cap ആണ്. 6 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രൂ ദ പോയിൻ്റിൽ നിന്ന് എബൌട്ട് ദ പോയിൻറ്റ്, എബൌട്ട് എന്ന ടേം നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. എബൌട്ട് ദ പോയിൻറ്റ് മൈനസ് ചെയ്യുക ത്രൂ. ഓക്കെ, ഓർഡർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടതല്ല ആ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് തരുന്നതാണ് എഫ്. ഇനി ആർ എന്ന് പറയുന്നത് ത്രൂ ദ പോയിൻറ്റ് മൈനസ് എബൌട്ട് ദ പോയിൻറ്റ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ത്രൂ ദ പോയിൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2i ക്യാപ് മൈനസ് 2j ക്യാപ് പ്ലസ് 5k ക്യാപ് മൈനസ് അതിന് എന്താണ് കുറയ്ക്കേണ്ടത്? എബൌട്ട് ദ പോയിൻറ്റ് i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് k ക്യാപ് മൈനസ് ചെയ്തതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയത്. ഓക്കെ, i ക്യാപ്പുകൾ നമ്മൾ ഒരുമിച്ച് മൈനസ് ചെയ്തു. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് തന്നെ ഇടാം. പിന്നെ j ക്യാപ്പ് വരുന്നത് ഒരുമിച്ച് മൈനസ് ചെയ്തു. ഓക്കെ, ഇവിടെ 2 മൈനസ് വന്നത് -2j ക്യാപ്. ഒരു മൈനസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ്റെയും ഒന്ന് ഇവിടുത്തെ ടേമിൻ്റെയാണ്. അങ്ങനെയാണ് 2 മൈനസ് വന്നത്. പ്ലസ് 5k ക്യാപ് മൈനസ് k ക്യാപ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? i ക്യാപ് പ്ലസ് j ക്യാപ് പ്ലസ് 4k ക്യാപ് എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ആ വെക്ടർ കിട്ടി. ഓക്കെ, ആർ എന്ന് പറയുന്ന വെക്ടർ കിട്ടി. ഇനി ആർ ക്രോസ് എഫ് നേരത്തെ ചെയ്ത പോലെ തന്നെ i j k എന്ന് എഴുതാം. ആറിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ വരുന്നത് 1 ആണ്. ഓക്കെ, ആറിൻ്റെ കോഎഫിഷ്യൻസ് 1 1 4. ഓക്കെ, ഐയും ജെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വരുന്ന നമ്പർ 1 1 ആണ്. 1 1 4 എന്ന് എഴുതി. അടുത്ത റോയിൽ എഫിൻ്റെ ആണ് എഴുതുക. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഇവിടെ 4i ക്യാപ്, ജെൻ്റെ ടേം ഇല്ല. അപ്പോൾ അവിടെ വരുന്നത് 0 ആണ്. ഓക്കെ, 0 ആണ് ഇവിടെ. ജെയിന് ടേം ഇല്ലെങ്കിൽ അവിടെ വരുന്നത് 0 ആണ്. 4 0 - 3. അതുപോലെ ഇപ്പോൾ ഇനി കെയിൻ്റെ ടേം ഇല്ലെങ്കിൽ അവിടെ 0. ഇനി ഐൻ്റെ ടേം ഇല്ലെങ്കിൽ അവിടെ 0. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് തേർഡ് ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യുക ക്രോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വെക്ടർ കിട്ടും. അതിൻ്റെ മോഡുലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് √386. ഓക്കെ, അങ്ങനെ നമുക്ക്
386 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റിൻ്റെ 2 കേസസ് ഉണ്ട്. ചിലതിൽ ഫോഴ്സ് നടുക്കിലൊക്കെ തരിക, ചിലതിൽ ഫസ്റ്റ് തരും. ഇപ്പോൾ ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? എഫ് ആണ്. പിന്നെ ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ത്രൂ ദ പോയിന്റിൽ നിന്ന് എബൌട്ട് ദ പോയിന്റ് മൈനസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. എയും ബിയും തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ വാല്യൂ 0 ആണോ അല്ലേ എന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് സ്ഥാപിക്കുക. ഓക്കെ, പ്രൂവ് ചെയ്യണം. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എങ്ങനെ കാണാം? 3 × 2 പ്ലസ് 3 × 2 പ്ലസ് -1 × 2. ഇവിടെ -1 വന്നത് -j ആയതുകൊണ്ടാണ്. -j ആണെങ്കിൽ -1 ആണ് അവിടുത്തെ വാല്യൂ. -1 × 2 പ്ലസ് 2 × -2. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 - 2 - 4. ഇതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. 6 - 6 എന്നാണ് വരിക, അതിൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് ചോദിച്ചാൽ, പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ എ ഡോട്ട് ബി കാണാം, അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെന്ന് അർത്ഥം. ഇനി ചില ക്വസ്റ്റ്യനിൽ എയും ബിയും തന്നിട്ട് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എ ക്രോസ് ബി കാണുക. എങ്ങനെയാണ്? എ ക്രോസ് ബി കാണാം. നമ്മൾ സാധാരണ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഡിറ്റർമിനർ വെച്ചിട്ടില്ല എ ക്രോസ് ബി കാണാം. അതിൻ്റെ വാല്യൂ 0 കിട്ടിയാൽ പാരലൽ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡോട്ട് ബി 0 ആണെന്ന് നോക്കുക. പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ ക്രോസ് ബി 0 ആണെന്ന് നോക്കുക. ഓക്കെ, 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മെട്രിക്സിലൊരു ക്വസ്റ്റ്യനാണ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്, എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ പ്ലസ് ബി ഇൻറ്റു സി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എ പ്ലസ് ബി കാണാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എയും ബിയും ആഡ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + 1 എന്താണ്? 2. 2 + 3 5. 4 + 4 8. 5 + 2 7. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി കിട്ടി. ഇനി എ പ്ലസ് ബി ഇൻറ്റു സി ആണ്. അപ്പോൾ ഇവിടെ എഴുതിയത് എ പ്ലസ് ബിൻ്റെ ആ മെട്രിക്സ് ആണ്. ഇൻറ്റു സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെട്രിക്സ്. അത് 2 അവിടെ എഴുതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം ആണ് എടുക്കുന്നത്. ഇനി ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 2 × 1. ഓക്കെ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയാണ്. 2 × 1 പ്ലസ് 5 × 2. ഈ ഫസ്റ്റ് റോയിനെ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2 × 1 അതാണ് ഇവിടെ എഴുതിയത്. പ്ലസ് ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 5 × 2 അത് എഴുതി കഴിഞ്ഞു. അതാണ് ഇവിടെ എഴുതിയത്. ഇനി ചെയ്യേണ്ടത് റോ സെയിം തന്നെ. ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് സെക്കൻഡ് കോളാണ്. അതുപോലെ തന്നെ ചെയ്യുക. 2 × 1 പ്ലസ് 5 × 1. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ചെയ്യുക. 2 × 1 പ്ലസ് 5 × 1. 2 × 1 പ്ലസ് 5 × 1 അതാണ് അവിടെ എഴുതി. ഇനി ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് റോയ്ക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആദ്യം വരുന്ന മെട്രിക്സിൻ്റെ റോയാണ് എടുക്കുന്നത്, രണ്ടാമത് വരുന്ന മെട്രിക്സിൻ്റെ കോളം. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു കോളം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു നമ്പറും കൂടി ഉണ്ടെങ്കിൽ ആ കോളം വെച്ചിട്ട് ഈ ഫസ്റ്റ് റോനെ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തത് വരുന്നത് സെക്കൻഡ് റോ ഇതുപോലെ ചെയ്യുക. സെക്കൻഡ് റോയും ഫസ്റ്റ് റോ അതെങ്ങനെയാണ്? 8 × 1. ഓക്കെ, 8 × 1 പ്ലസ് 7 × 2 അതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയും സെക്കൻഡ് കോളും 8 × 1 പ്ലസ് 7 × 1. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ആണ് എടുക്കുന്നത്, സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഇനി കോളം ഉണ്ടെങ്കിൽ ഫസ്റ്റ് റോ വെച്ചിട്ട് തന്നെ അടുത്ത കോളം ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ കോളം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത റോയ്ക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആഡ് ചെയ്യുക. 2 × 1 2 ആണ്. 2 + 10 12 ആണ്. 2 × 1 2 ആണ്. 2 + 5 7 ആണ്. 8 × 1 8 പ്ലസ് 7 × 2 14 ആണ്. 14 + 8
22. അങ്ങനെ 8 + 7 15. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് A ക്രോസ് B ആണ്. ഓക്കെ, A ക്രോസ് B നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതൊരു വെക്ടറാണ്. ഓക്കെ, A ക്രോസ് B ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ കാണാൻ ചോദ്യം വന്നാൽ A.B ആണ് ചെയ്യേണ്ടത്. ഇനി യൂണിറ്റ് വെക്ടറാണ് കാണാൻ പറഞ്ഞതെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് A ക്രോസ് B ആണ്. ഇനി പിന്നെ പറഞ്ഞത് ആംഗിൾ കാണാൻ ഇക്വേഷന്. പിന്നെ വർക്ക് ഡൺ കാണാൻ ഇക്വേഷൻ F.AB ആണ്. ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് F ആണ്. AB എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് മൈനസ് ഫസ്റ്റ് കേസാണത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നതിൽ കൂടുതൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്താലാണ് F. ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം തന്നെ. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്റ്റ് തന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് ഡയറക്റ്റ് കാണാം. ഓക്കെ, പിന്നെ വരുന്നത് മൊമെൻ്റ് മൊമെൻറ്റിൽ വരുന്നത് R ക്രോസ് F ആണ്. ഫോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് F ആണ്. R എന്ന് പറയുന്നത് ത്രൂ ദ പോയിന്റിൽ നിന്ന് എബൌട്ട് ദ പോയിന്റ് മൈനസ് ചെയ്ത് R കിട്ടും. ഓർഡർ മാറിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വേർഡ്സ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ത്രൂ ദ പോയിന്റ് ഇതും എബൌട്ട് ദ പോയിന്റ് ഇതും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് A.B കാണുക. അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. ഇനി രണ്ട് വെക്ടർ പാരലൽ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് A ക്രോസ് B കാണാം. A ക്രോസ് B കണ്ടിട്ട് അതിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടിയത് കണ്ടാൽ ആ രണ്ട് വെക്ടർ പാരലലാണ്. പിന്നെ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് വരുന്ന മെട്രിക്സിൻ്റെ റോ ആണ് എടുക്കുന്നത്, സെക്കൻഡ് വരുന്ന മെട്രിക്സിൻ്റെ കോളം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുക. 1 തവണ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം, മൈൻഡിൽ പതിയണം. അത്രയും തവണ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.